അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവില്ലേ? രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതുപോലെയാണ് സംസാരിക്കുന്നത്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. വീട്ടില് പട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും പട്ടിക്കാട്ടം പറക്കി തിന്നോടെ. കസ്റ്റമേഴ്സ് സാധനം വാങ്ങിക്കുമ്പോൾ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ച് 10 മാസത്തിനിടെ 69 ലക്ഷത്തോളം അങ്ങനെ തട്ടിയ സംഭവം. അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ? ഒരു കയ്യബദ്ധം. 3 പേരുടെയും അക്കൗണ്ട് ഒരു ദിവസം മുന്നേ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ദിയ പറഞ്ഞ പോലെ 66 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. പക്ഷെ ഇവർ പണം വരുമ്പോഴെല്ലാം പണം അപ്പപ്പോ തന്നെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് അറിയാം എന്തെങ്കിലും ഇവരുടെ തട്ടിപ്പ് പിടിക്കപ്പെടും. അപ്പൊ അന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ തട്ടിപ്പ് നടത്തിയ പണം മുഴുവൻ അങ്ങനെ ഗവൺമെന്റ് കൊണ്ടുപോകും. അതിലും ഭേദം അപ്പപ്പോ തന്നെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതല്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഈ 3 പേരും കഴിഞ്ഞ 10 മാസത്തിനായി ഭയങ്കരമായിട്ടുള്ള ആഡംബര ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അതിലൊരാളുടെ വീട്ടിൽ ഭയങ്കര കടമുണ്ടായിരുന്നു. ആ കടങ്ങളെല്ലാം വീട്ടി. മറ്റൊരാളുടെ വീട്ടിലോ ഒരുപാട് സ്വർണം ബാങ്കിലുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചെടുത്തു. മാത്രവുമല്ല അവൾ അച്ഛൻ ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഈ അടുത്ത ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് വീട് വരെ എടുത്തു എന്നുള്ളതാണ്. ഈ വീട് വെച്ച പൈസ എല്ലാം ഈ ദിയാകൃഷ്ണൻ വെട്ടിച്ച് മൂഞ്ചിച്ചുണ്ടാക്കിയ പൈസയാണ്. വീടടക്കം ഗവൺമെന്റ് ഫ്രീസ് ചെയ്തിട്ട് വിറ്റിട്ട് ആ പൈസ ദിയാകൃഷ്ണയുടെ ഫാമിലിക്ക് തിരിച്ചു കൊടുക്കുക. 100% ഞാൻ യോജിക്കുന്നു. അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാർ ഒരു ദിവസം മുന്നേ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സ്ഥാപനത്തിലെ മുതലാളിയായിട്ടുള്ള എന്റെ മകൾ താമസിക്കുന്നത് വാടക ഫ്ലാറ്റിലാണ്. പക്ഷെ തൊഴിലാളികളായിട്ടുള്ള ഇവർ താമസിക്കുന്നത് സ്വന്തമായിട്ടുള്ള വീട്ടിലും. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്തേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലാന്ന്. നമ്പറിൽ രാത്രി 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പൊ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ, അതുപോലെ അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. കൂൾ ഡൗൺ കെയർ, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടാക്കും. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമാണ്. ഈ തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഒരു മാസ് മരീന റിപ്ലൈ ദിയ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ബിരിയാണിയാണ് മോളെ, മണ്ണുവാരി അവൻ തിന്നാറില്ല. കുട്ടിയും പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.